വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 1-ാം അധ്യായം 2-ാം വാക്യം. നിന്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു ഭക്ത വിശ്വാസി ഒരിക്കൽ കർത്താവിന്റെ സ്നേഹത്തെ എന്തിനോട് ഉപമിക്കാമെന്ന് ധ്യാനിച്ചു. അതിനെ സ്വർണത്തോടും സമ്പത്തിനോടും ഉപമിക്കാമോ, അതോ കൊട്ടാരങ്ങളോടും ബഹുമാന സ്ഥാനങ്ങളോടും ഉപമിക്കാമോ? വളരെയധികം ആലോചിച്ച ശേഷം അവൻ തന്റെ സ്നേഹത്തെ വീഞ്ഞിനോട് താരതമ്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് വീഞ്ഞുമായി താരതമ്യം ചെയ്തത്? മുന്തിരിപ്പഴം ചതിക്കുമ്പോൾ കടും ചുവപ്പ് നിറത്തിലുള്ള നീര് പുറത്തേക്കൊഴുകുന്നു. യേശു തന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ കാൽവറിയുടെ ക്രൂശിൽ അവനെയും ചതച്ചു. മുന്തിരിപ്പഴം ഒരു ചക്കിൽ അമർത്തിയതുപോലെ അവനെ അടിക്കുകയും ചതയ്ക്കുകയും തന്റെ അവസാനത്തുള്ളി രക്തം ഒഴിക്കുകയും ചെയ്തു. അത്തരം സ്നേഹവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയുകയുമില്ല. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മോടൊപ്പം വസിക്കുന്ന ദൈവമെന്ന നിലയിൽ അവൻ നമ്മെ സ്നേഹിച്ചുവെന്ന് നാം കാണുന്നു. നമുക്കായി എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായിട്ടാണ് നാം അവനെ കാണുന്നത്. ഒരു പിതാവിന്റെ കാരുണ്യം നാം അവനിൽ കാണുന്നു. ഒരമ്മയുടെ ആശ്വാസകരമായ സ്നേഹം നാം അനുഭവിക്കുന്നു. ഉപദേഷ്ടാവ്, അധ്യാപകൻ, സഹോദരൻ, സുഹൃത്ത്, നമ്മുടെ ആത്മാക്കളുടെ സ്നേഹിതൻ എന്നീ നിലകളിൽ അവൻ നമ്മെ സ്നേഹിക്കുന്നു. എന്നിരുന്നാലും ഈ സ്നേഹപ്രകടനങ്ങൾക്കെല്ലാം ഉപരിയായി കാൽവറിയിൽ പ്രദർശിപ്പിച്ച സ്നേഹം, അടിക്കാനും തകർക്കാനും തന്നെ തന്നെ സമർപ്പിക്കൽ അതുല്യമാണ്. അതുകൊണ്ടാണ് അവന്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ മധുരവും ആനന്ദകരവുമാണെന്ന് തിരുവെഴുത്ത് പ്രഖ്യാപിക്കുന്നത്. തന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഒരു വിവാഹ വിരുന്നിൽ അവൻ കുറവുള്ളത് നികത്തി ഒരു അത്ഭുതം ചെയ്തു. അത് രുചിച്ചവർ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തെ വീഞ്ഞ് മുൻപത്തതിനേക്കാൾ മികച്ചതാണെന്ന്. അതുപോലെ അവന്റെ സ്നേഹം നമ്മുടെ എല്ലാ കുറവുകളും നികത്തുകയും നമ്മുടെ ജീവിതത്തിന് പൂർണ്ണത നൽകുകയും ചെയ്യുന്നു. പിന്നെ അവന്റെ ഭൗമിക ശുശ്രൂഷയുടെ അവസാന ദിവസം വന്നു. ഗത്ശമന തോട്ടത്തിലേക്ക് പോകുന്നതിനു മുൻപ് അവൻ തന്റെ ശിഷ്യന്മാരുമായി അവസാന ഭക്ഷണം പങ്കിട്ടു. പാനപാത്രം എടുത്ത് അത് അവർക്ക് വേണ്ടി ചൊരിയപ്പെട്ട പുതിയ ഉടമ്പടിയുടെ രക്തമാണെന്ന് അവൻ പറഞ്ഞു. തുടക്കത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയവൻ ഇപ്പോൾ വീഞ്ഞിനെ സ്വന്തം രക്തമായി സംസാരിച്ചു. ഒരുപക്ഷെ ആ നിമിഷം ശിഷ്യന്മാർക്ക് ആ വാക്കുകളുടെ ആഴം പൂർണ്ണമായി മനസ്സിലായില്ലായിരിക്കാം. എന്നാൽ പിറ്റേന്ന് അവനെ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ, മുള്ളുകൊണ്ട് കിരീടം അണിയിച്ചപ്പോൾ, ശരീരം ചതച്ചപ്പോൾ, കൈകളിലും കാലുകളിലും ആണികൾ തറച്ച് അവന്റെ പാർശ്വത്തിൽ കുത്തിയപ്പോൾ അവന്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ മധുരമുള്ളതാണെന്ന് അവർ മനസ്സിലാക്കി. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ദൈവപുത്രനെ നോക്കൂ. അവന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റു വീണ, അവന്റെ കുത്തപ്പെട്ട പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ, ആണികൾ അടിച്ചിറങ്ങിയ, കൈകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം, അതാണ് സ്നേഹം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഗലാത്യർ 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സംഖ്യാപുസ്തകം 24, 25, 26, 27 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 8-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.